നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റഫേലെ ഹമാസ് തുരങ്കവും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും IDF തകർത്തു. തെക്കൻ ഗാസയിലെ റഫേൽ ഐക്യരാഷ്ട്രസഭയുടെ സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന ഹമാസ് തുരങ്കമാണ് തകർത്തതെന്ന് IDF വ്യക്തമാക്കി. ഭൂഗർഭ പാതകളിലേക്ക് നയിക്കുന്ന നിരവധി ടണൽ ഷാഫ്റ്റുകളും നെഗേവ് ബ്രിഗേഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൈനികർ കണ്ടെത്തി നശിപ്പിച്ചിട്ടുണ്ട്. തുരങ്കത്തിനും അതിന്റെ ശാഖകൾക്കും ഏകദേശം 500 മീറ്റർ നീളമുണ്ടായിരുന്നുവെന്നാണ് IDF പറയുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ഹമാസിന്റെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും സൈന്യം കണ്ടെത്തി തകർത്തതായാണ് അറിയിച്ചത്. ഇതേസമയം റാഫേലെ ഫിലാഡൽഫി ഇടനാഴിയിലുള്ള ഹമാസ് തുരങ്കങ്ങൾ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ IDFന് കുറഞ്ഞത് 6 മാസമെങ്കിലും ആവശ്യമുണ്ടെന്നാണ് റിപ്പോർട്ട്. ഹമാസിന്റെ ഓക്സിജൻ എന്നറിയപ്പെടുന്ന ഫിലാഡൽഫി ഇടനാഴി പുറം ലോകത്തുനിന്ന്, പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ് ഹമാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫിലാഡൽഫി ഇടനാഴിയിലൂടെ ഹമാസിന് ലഭിച്ച ആയുധ പരിശീലനവും രഹസ്യാന്വേഷണ പരിശീലനവും ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒക്ടോബർ 7 സംഭവിക്കുമായിരുന്നില്ല. ഇസ്രയേലും ടെഹ്റാൻ പിന്തുണയുള്ള ലബനീസ് മിലീഷ്യയായ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ഒരു സമ്പൂർണ്ണ സംഘട്ടനത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ നയതന്ത്രജ്ഞർ ശ്രമിക്കുകയാണ്. എന്നാൽ ലെബനനിൽ ഇസ്രയേൽ വൻതോതിലുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രയേലിനെ നശിപ്പിക്കുമെന്നാണ് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അതിർത്തി പ്രദേശത്ത് നിന്ന് ഹിസ്ബുള്ള സൈന്യത്തെ പിൻവലിച്ചില്ലെങ്കിൽ ഇസ്രയേൽ ലെബനനെ ആക്രമിക്കുമെന്ന് മാസങ്ങളായി ഇസ്രയേൽ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇതേസമയം ഇസ്രയേലിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുമെന്നാണ് ഹിസ്ബുള്ളയുടെ ഭീഷണി. പതിറ്റാണ്ടുകളായി ഇസ്രയേലും ഹിസ്ബുള്ളയും ബദ്ധശത്രുക്കളാണ്. ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഇടയ്ക്കിടെ ഇരുകൂട്ടരും ഏറ്റുമുട്ടാറുമുണ്ട്, വെടിയുതിർക്കാറുമുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസ മുനമ്പിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഹിസ്ബുള്ളയും ഇസ്രയേൽ സൈന്യവും അതിർത്തി കടന്നുള്ള ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ലെബനൻ അതിർത്തിയിലെ സംഘർഷം ചർച്ച ചെയ്യുന്നതിനായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് കഴിഞ്ഞയാഴ്ച വാഷിംഗ്ടണിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒക്ടോബർ 7-ന് ഇസ്രയേലിനെതിരായ ഹമാസിന്റെ ആക്രമണം ഗാസയിൽ യുദ്ധത്തിന് തുടക്കമിട്ടതിന്റെ പിറ്റേന്നു മുതൽ ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചു തുടങ്ങി. ലെബനീസ് അതിർത്തിയുടെ ഇരുവശത്തും ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇസ്രയേലിൽ എവിടെയും ആക്രമിക്കാൻ ശേഷിയുള്ള ഏകദേശം 1,50,000 റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും ആയുധ ശേഖരം ഹിസ്ബുള്ളയുടെ കൈവശമുണ്ട്. ഇതേസമയം ഒരു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ലെബനൻ മറ്റൊരു ഗാസയാകുമെന്നാണ് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തെക്കൻ ഗാസയിൽ റാഫയുടെ ഉൾമേഖലകളും വടക്കൻ ഗാസയിലെ ഷജയ്യ പ്രദേശവും കേന്ദ്രീകരിച്ച് ഇസ്രയേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഷെല്ലാക്രമണങ്ങളിൽ ഒട്ടേറെ വീടുകൾ തകർന്നു. റഫയിലെ ഷബൂര പട്ടണത്തിൽ കുട്ടികളടക്കം ഒരു വീട്ടിലെ 6 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സെൻട്രൽ റഫയിലെ അലൌദ പള്ളിക്ക് സൈന്യം തീയിട്ടു. 2 ദിവസത്തിനകം ഇന്ധനം എത്തിയില്ലെങ്കിൽ ഗാസയിലെ ശേഷിക്കുന്ന ആശുപത്രികളുടെയും പ്രവർത്തനം നിലയ്ക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹമാസിന്റെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. ഡസൻ കണക്കിന് ഹമാസുകാരെ ദിവസവും കൊന്നൊടുക്കുന്നതായും അന്തിമ വിജയം നേടാതെ പിന്മാറ്റം ഉണ്ടാകില്ല എന്നും നെതന്യാഹു ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞു. ഷജയ്യയിലും റഫയിലും ചെറുത്തുനിൽപ്പ് ശക്തമായി തുടരുമെന്ന് ഹമാസും പ്രസ്താവിച്ചിട്ടുണ്ട്. വസാനി ഹസ്ബയ ഗ്രാമത്തിനടുത്തുള്ള മൈസത്ത് പ്രദേശത്തെ കർഷകർക്ക് നേരെ ഇസ്രയേൽ സൈന്യം യന്ത്രത്തോക്ക് ഉപയോഗിച്ച് വെടിയുതിർത്തുവെങ്കിലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തെക്കൻ ലെബനനിലെ നിവാസികൾ പറഞ്ഞു. ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഐദ അൽ-ഷാബ് ബിൻഡ് ജബയിലുള്ള ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ റെയ്ഡ് നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ഹസ്ബയ പ്രാന്തപ്രദേശങ്ങളിൽ ലക്ഷ്യമാക്കിയാണ് ഇസ്രയേൽ പീരങ്കി വെടിവയ്പ് നടത്തുന്നത്. ഇതേസമയം ഷെബ ഫാമിലെ ഇസ്രയേൽ സൈറ്റായ റൂയിസത്ത് അൽഖോണിലേക്ക് ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് റോക്കറ്റ് പ്രയോഗിച്ചതായി ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ആദ്യം യുദ്ധം അവസാനിപ്പിക്കാനായി US നേതൃത്വത്തിൽ ആരംഭിച്ച മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ട നിലയിലാണ്. താൽക്കാലിക വെടിനിർത്തലാകാമെങ്കിലും 2007 മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേൽ നിലപാട്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ 37,877 പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 86,969 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മലയാളി വാർത്ത ഇൻസൈഡ്.